അതായത് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ കേരളം ഉൾപ്പെടെ നിരവധി ആളുകൾക്ക്, സ്വാതന്ത്ര്യ സമര പോരാളികൾക്ക് അന്ന് താമ്രപത്രം ഉൾപ്പെടെയുള്ള ബഹുമതി നൽകിയിരുന്നു. അങ്ങനെ ബഹുമതി നൽകിയപ്പോൾ അത് സ്വീകരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പൊതുവായിട്ട് കണ്ട കാര്യം, അതിപ്പോൾ പാർട്ടി എന്ന രീതിയിൽ തീരുമാനിച്ച് വാങ്ങുകയോ വാങ്ങാതിരിക്കുകയോ ചെയ്യേണ്ടുന്ന ഒന്നല്ല. വ്യക്തി സ്വാതന്ത്ര്യത്തോടുകൂടി അവർക്ക് അവരുടെ നിലപാടുകൾ സ്വീകരിക്കാൻ അനുവാദം നൽകി. അതിന്റെ ഭാഗമായിട്ട് എനിക്ക് തന്നെ അറിയുന്ന കുറേ ആളുകൾ വാങ്ങിയിട്ടുണ്ട്, കുറേ ആളുകൾ വാങ്ങിയിട്ടില്ല. ഇതാണ് സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട താമ്രപത്രത്തിന്റെ ഒരു അവസ്ഥ. അതിനുശേഷം ഗവൺമെന്റിന്റെ ബഹുമതി എന്ന രീതിയിൽ വ്യത്യസ്ത തുറകളിലുള്ള മഹൽ വ്യക്തികൾക്കും അതുപോലെ തന്നെ പ്രഗത്ഭമതികളായിട്ടുള്ള വിവിധ തലങ്ങളിലുള്ളവർക്കും ഈ വിശിഷ്ട ബഹുമതി നൽകുന്ന നില ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നിരവധി ആളുകൾക്ക്, നേതാക്കൾക്കുൾപ്പെടെ നൽകുന്ന ഇത്തരം ബഹുമതികളിൽ നമ്മൾ കണ്ട ഒരു കാര്യം EMSനോട് ചോദിച്ചിരുന്നു. അപ്പോൾ EMS അത് നിരസിക്കുകയാണ് ചെയ്തത്. ജ്യോതിബാസുവും ഇതേപോലെ തന്നെ നിരസിച്ചു. ബുദ്ധദേവ് ഭട്ടാചാര്യവുമായിട്ട് ബന്ധപ്പെട്ടും ഇക്കാര്യം പറഞ്ഞപ്പോൾ നിരസിക്കുന്ന നില സ്വീകരിച്ചു. ഇപ്പോഴും പ്രശ്നം എന്താ പറഞ്ഞാൽ, ഇവിടെ സഖാവ് BSന്റെ പ്രശ്നത്തിൽ BS ഇപ്പോൾ നിലവിൽ ജീവിച്ചിരിക്കില്ല. മരണാനന്തര ബഹുമതിയായിട്ടാണ് നൽകുന്നത്. BSന്റെ കുടുംബം അത് സന്തോഷത്തോടെ സ്വീകരിച്ചിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടി എന്ന രീതിയിൽ ഇവിടെ ആധികാരികമായിട്ടുള്ളത് കുടുംബമാണ്. കുടുംബത്തിന്റെ സന്തോഷത്തോടെയുള്ള സ്വീകരണത്തെ ഞങ്ങൾ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങളതിൽ നിന്ന് വ്യത്യസ്തമായൊരു നിലപാട് സ്വീകരിക്കേണ്ട കാര്യമില്ല. കുടുംബത്തിന്റെ സന്തോഷത്തോടൊപ്പം ഞങ്ങളും അവ സന്തോഷത്തിൽ പങ്കുചേരുക. അതാണ് അത് സംബന്ധിച്ചുള്ള കാര്യം. ഇല്ല, അത് സംബന്ധിച്ച് ഞങ്ങൾക്ക് വേറെ അഭിപ്രായ വ്യത്യാസമില്ല. ഞങ്ങളതിന്റെ മേലെ സ്വീകരിക്കുന്നത് കാരണം BS ഇല്ലല്ലോ. പിന്നെ BSന്റെ കുടുംബമാണ്. BSന്റെ കുടുംബം എടുക്കുന്ന നിലപാടിനോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഞങ്ങൾ പൊതുവെ സ്വീകരിച്ചത്. അതായത് മുമ്പ് അവാർഡ് ഇത് കിട്ടുന്ന സമയത്ത് അത് തീരുമാനിക്കാൻ അതുമായി ബന്ധപ്പെട്ട ആളുകൾ ഉണ്ടായിരുന്നു. BS ഇല്ല. പിന്നെ ഉള്ളത് BSന്റെ കുടുംബത്തിനാണല്ലോ അത് ഏറ്റുവാങ്ങാൻ കഴിയുക. അപ്പോൾ കുടുംബം ഇപ്പൊ തന്നെ പ്രതികരിച്ചു കഴിഞ്ഞിട്ടുണ്ട്, സ്വാഗതം ചെയ്തിട്ടുണ്ട്. ആ സ്വാഗതം ചെയ്യുന്നതിനാണ് എതിർത്ത് നിലപാട് സ്വീകരിക്കേണ്ട കാര്യം പാർട്ടിക്കില്ല. അല്ല, അങ്ങനെ ഇപ്പോ ഓരോന്നിനെ പറ്റിയും പറയാൻ സാധിക്കുന്നില്ല. അതിൽ അർഹതയുള്ളവരുമുണ്ട്, വേണ്ടത്ര അർഹതയില്ലാത്തവർ, അതൊക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്. ആത്മനിഷ്ഠ ഘടകം ഇതിലൊക്കെ കലർന്നിട്ടുണ്ടാവും എന്നുള്ളത് സത്യമാണ്. അതാ ഞാൻ പറഞ്ഞത്, ഇതിലൊക്കെ ആത്മനിഷ്ഠ ഘടകങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ടാവും, സ്വാഭാവികം മാത്രമാണ്. അർഹത ഇല്ലാത്തവരെന്നല്ല ഞാൻ പറഞ്ഞത്, അത്ര ഇല്ലാതെ അങ്ങനെ ആയിരുന്നു പാർട്ടി പറഞ്ഞിട്ടല്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, താമരപത്രം വാങ്ങുന്ന സന്ദർഭത്തിൽ ഇതേ നിലപാടാണ് സ്വീകരിച്ചത്. ചിലർ വാങ്ങിയിട്ടുണ്ട്, ചിലർ വാങ്ങിയിട്ടില്ല. ആ പാർട്ടി തീരുമാനിച്ചതാണ്. അത് ലോകം കണ്ട ഏറ്റവും വലിയ പാർട്ടി വിരുദ്ധന്റെ പേരാണത്. ആ പേരിലാണ് ഒരു അവാർഡ് കൊടുക്കുന്നത്. അത് പാർട്ടി സെൻട്രൽ കമ്മിറ്റി അംഗമെന്ന രീതിയിൽ വാങ്ങാൻ പാടില്ല എന്ന് പാർട്ടി സെൻട്രൽ കമ്മിറ്റിയോട് ആലോചിച്ചിട്ട് ഞങ്ങൾ തീരുമാനിക്കുകയാണ്. വാങ്ങാൻ പറ്റില്ല, വാങ്ങുന്നില്ല എന്ന് ടീച്ചറും തീരുമാനിച്ചു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.